ഇന്ത്യൻ സേനയ്ക്ക് കരുത്ത് പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ഭ്രമണപഥത്തിലെത്തിച്ചിരിക്കുകയാണ് ISRO. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 MS റോക്കറ്റാണ് 4400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ വിജയകരമായി ലക്ഷ്യത്തിലെത്തിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:26 ഉപഗ്രഹവുമായി റോക്കറ്റ് കുതിച്ചുയർന്നു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ വിക്ഷേപണം നടന്നു. 24 മണിക്കൂർ നീണ്ടുനിന്ന കൗണ്ട് ഡൗണിന് ശേഷമാണ് 43.5 മീറ്റർ നീളമുള്ള മാർക്ക് 3 M5 റോക്കറ്റ് കുതിച്ചുയർന്നത്. വിക്ഷേപിച്ച് 20 മിനിറ്റിനുള്ളിൽ CMS-03 ഉപഗ്രഹം റോക്കറ്റിൽ നിന്ന് വിജയകരമായി വേർപെട്ട് ഭ്രമണപഥത്തിലെത്തി. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച ബാഹുബലി എന്നറിയപ്പെടുന്ന LVM-3 M5 റോക്കറ്റാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം. 5, 4, 3, 2, 1, 0. S200 motors ignited plus 5 seconds. S200 बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3 M5 का उत्थापन द्वितीय प्रमोचन मंच से. CMS വഹിച്ചുകൊണ്ട് ബാഹുബലി കുതിച്ചുയർന്നു. നാവികസേനയുടെ ഉപഗ്രഹക്കരുത്ത് ഇതോടുകൂടി വെളിവായിരിക്കുന്നു. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും ഭാരമേറിയ ഒന്നാണ് ഇത് എന്നത് അതിനെ സവിശേഷവുമാക്കുന്നു. ISROയുടെ ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03. അത് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള കാര്യവുമാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ആ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായതിൻ്റെ ആഹ്ലാദകരമായ ദിവസമാണ് ഈ ഞായറാഴ്ച. നാവികസേനയ്ക്കായുള്ള നിർണായകമായിട്ടുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായിട്ടുള്ള CMS-03നെയും വഹിച്ചുള്ള LVM-3 റോക്കറ്റാണ് വൈകിട്ട് 5:26 കുതിച്ചുയർന്നത്. ഭാരം നോക്കുക, ഏകദേശം 4410 കിലോഗ്രാം ഭാരം. അത്രയും ഭാരമുള്ള ഈ ഉപഗ്രഹം ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും ഭാരമേറിയതാണ് എന്നുള്ളതും സവിശേഷമായ പ്രാധാന്യമറിയിക്കുന്നു. ബാഹുബലി എന്ന പേര് ഇന്ത്യൻ സിനിമയിലെ ജനപ്രിയമായ ഒരു ചലച്ചിത്രത്തിൻ്റെ നായകൻ്റെ പേര് തന്നെ ഇതിന് നൽകിയിരിക്കുന്നു. അങ്ങനെ ബാഹുബലി എന്ന് വിളിക്കപ്പെടുന്ന LVM-3 റോക്കറ്റിലാണ് ഉപഗ്രഹം കുതിച്ചത്. ഇതോടുകൂടി എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്നാണെങ്കിൽ, പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി നമ്മൾക്ക് ഇത്രയും കാലം പല ഘട്ടങ്ങളിലായിട്ട് വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇനി മുതൽ പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ദേശീയ സുരക്ഷയെ വർദ്ധിപ്പിക്കുമെന്നുള്ള വിലയിരുത്തൽ വരുന്നു. NVS-02 ഉപഗ്രഹത്തിൻ്റെയും റിസാറ്റ് ഉപഗ്രഹത്തിൻ്റെയും വിക്ഷേപണം ISROയെ സംബന്ധിച്ചിട്ട് പരാജയമായിരുന്നു. അത് നിരാശാകരമായ ഓർമ്മയായിരുന്നു, ദുഃഖകരമായ ഓർമ്മയായിരുന്നു. പക്ഷേ ISROയുടെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ പരാജയപ്പെട്ട വിക്ഷേപണങ്ങളുടെ ഒക്കെ ചരിത്രത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ കുതിച്ചുയർന്ന് സ്വന്തം പരാജയങ്ങളുടെ ചാരത്തിൽ നിന്ന് വിജയങ്ങളുടെ കുതിപ്പിലേക്ക് വിക്ഷേപണത്തിൻ്റെ വിജയകരമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ISROയെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ വിക്ഷേപണം അതുകൊണ്ട് തന്നെ നിർണായകവും ആയിരുന്നു. ആ നിർണായകമായിട്ടുള്ള വിക്ഷേപണം വിജയകരമായി തീർന്നു എന്നുള്ളതാണ് ഈ വാർത്തയെ ഇന്നത്തെ സവിശേഷമായ പോസിറ്റീവായ ഒരു ന്യൂസായി നമ്മുടെ മുന്നിലേക്ക് നിർത്തുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നുള്ള നിലയ്ക്കും ഈ വാർത്തയെ നമ്മൾക്ക് കാണാൻ കഴിയും. അത് ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരുന്നു. അഭിമാനത്തിൻ്റെ ആകാശം അത് സ്പർശിച്ചിരിക്കുന്നു. സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം എന്നുള്ള നിലയ്ക്ക് CMS-03 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചതിനെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളും വലിയ താല്പര്യത്തോടെയും ആശങ്കയോടും കൂടിയുമായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03ൻ്റെ ഈ വിക്ഷേപണം. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന എക്കാലത്തെയും ഭാരം കൂടിയ ഉപഗ്രഹമാണ് എന്നുള്ളതാണ്.